പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വിവിധ സ്ഥലങ്ങളിൽ രഹസ്യങ്ങളുമായി ഇതിന് ദൈവത്തെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹ വന്ദനം. അല്പസമയത്തെ ദൈവ ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ടും നിൽപ്പി. പ്രൈസലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനമാണ്. ചിന്തിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ ഭാഗത്ത് ദൈവമക്കൾ ധരിക്കേണ്ട അനവധി ആയുധങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതും പറയുന്നുണ്ട്. ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണമെന്നാണ് എഫേസ്യ ലേഖനം 6:10 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് പിന്നെ വിശദമായി പറയുമ്പം 7 വിധ സംരക്ഷണ ആയുധങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിലൊന്നാമത്തേതാണ് ഹല്ലേലൂയ സത്യവും നീതി എന്ന കവചവും 2, ചെരുപ്പ് 3, വിശ്വാസം എന്ന പരിച 4, രക്ഷ എന്ന ശിരസ്ത്രം 5, ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ 6, സകല പ്രാർത്ഥന. അങ്ങനെ ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണം. നമുക്കതിൽ എല്ലാ ഭാഗത്തേക്കും കടന്നു പോകാൻ കഴിയാത്തതുകൊണ്ട്, എല്ലാ ഭാഗം നമ്മൾ ചിന്തിക്കുന്നില്ലാത്തത് കൊണ്ടുമാണ് വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽക്കുവാനായിട്ട് ആ ഭാഗത്തേക്ക് നാം ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ഈ ഭാഗം നാം ചിന്തിക്കുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച രക്ഷിക്കപ്പെട്ട ദൈവജനം. ഹല്ലേലൂയ. അവർക്ക് ഓരോരുത്തർക്കും അവരറിയാതെ തന്നെ ഒരു യുദ്ധമുണ്ട്. പ്രൈസ്. നമ്മളിപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുന്നു. ആ സമയത്ത് തന്നെ നമുക്കെതിരെ ശത്രു എഴുന്നേൽക്കും. പിന്നെ നമ്മളൊരു യുദ്ധക്കളത്തിലാണ്. ഹല്ലേലൂയ. യുദ്ധം വന്ന് ചേരും നമ്മളുടെ ഇതിലേക്ക്. അപ്പോൾ ഓരോരുത്തർക്കും ആത്മീയ യുദ്ധമുണ്ട് എന്നുള്ളതാണ് വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് യുദ്ധമുണ്ട്. നമ്മുടെ ശത്രുവാരാണ്? ദുഷ്ടനായ സാത്താനാണ് നമ്മുടെ ശത്രു. ഹല്ലേലൂയ. അപ്പം രക്ഷിക്കപ്പെടുന്ന വീണ്ടെടുക്കപ്പെടുന്ന സകല ദൈവമക്കൾക്കും വിരോധമായി അവൻ അതിശക്തിയോടെ യുദ്ധം ചെയ്യും. പ്രൈസ് ലോർഡ്. അവരുമായിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. ആ യുദ്ധം നിശ്ചയം തന്നെയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ദൈവസ്നേഹിൽ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കണം. ഹല്ലേലൂയ. തകർക്കുവാൻ അനവധി ആളുകൾ വന്നേക്കാം, വിവിധ രൂപ പാപങ്ങളിലൂടെ വന്നേക്കാം. പക്ഷെ അവിടെ നീ തകർന്നു പോകരുത്. അപ്പൊ നമ്മൾ യുദ്ധക്കളത്തിലാന്ന് പറയുമ്പോൾ എന്താണ് യുദ്ധം? യുദ്ധം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ആത്മീയ, ഭൗതിക, സാമ്പത്തിക മേഖലകളിൽ, അവന്റെ ശാരീരികമായ നിലകളിലെല്ലാം അത് ബാധിക്കാം. രോഗമായിട്ടും വ്യാധിയായിട്ടും പ്രയാസമായിട്ടും കടക്കണിയായിട്ടും ദുരന്തങ്ങളായിട്ടും വേമാരികളായിട്ടും നാശനഷ്ടങ്ങളായിട്ടും തലമുറയെ കൊണ്ടും കുടുംബജീവിതത്തിലും ബിസിനസ്സിലും ജോലിയിലും കൃഷിയിലും എല്ലാം വിവിധ നഷ്ടങ്ങൾ വരാം. കാരണം അങ്ങനെയുള്ള വിവിധ പ്രതിസന്ധികൾ കടന്നു വരും. അത് വലിയൊരു യുദ്ധമാണ്. അത് ശത്രുവാകുന്ന അഥവാ ദുഷ്ടനാകുന്ന പിശാച് നമുക്കെതിരെ കൊണ്ടുവരുന്ന ഒരു തന്ത്രമാണ്. പ്രൈസ് ലോർഡ്. അപ്പൊ ഇങ്ങനെയുള്ള തന്ത്രങ്ങളിൽ ഞാനും നിങ്ങളും അകപ്പെടുമ്പോൾ, ആ യുദ്ധം നമുക്കെതിരെ കടന്നു വരുമ്പോൾ, ഇവിടെ നാം തകർന്നു പോകാൻ അവസരം കൊടുക്കാതെ, തളർന്നു പോകാൻ ഇടയാകാതെ, ഹല്ലേലൂയ, നാം വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് ഉറച്ചു നിന്നാൽ ഏത് ശത്രുവിനെ നമുക്ക് ജയിക്കാൻ കഴിയും. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വളരെ പ്രതിസന്ധികൾ നിറയപ്പെട്ട കാലഘട്ടമാണ്, വളരെ പ്രതികൂലങ്ങൾ നിറയപ്പെട്ട കാലഘട്ടമാണ്. അതിന്റെ നടുവിൽ നിങ്ങൾ ഉറപ്പോടെ നിൽക്കണം. ഞാൻ പറയാറുള്ളതുപോലെ നിങ്ങളുടെ ആത്മീയ വളർച്ച, ആത്മീയ ഉയർച്ച സാത്താൻ ഇഷ്ടമില്ല. നീ നല്ലവണ്ണം ജീവിക്കുന്നത്, നല്ലവണ്ണം നടക്കുന്നത്, നല്ലവണ്ണം ഒരുങ്ങുന്നത്, നിന്റെ കുടുംബം ഉയരുന്ന, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുന്നത് പിശാചിന് വളരെ വേദനയാണ്. അതിനെ ഏതെങ്കിലും വിധത്തിൽ തകർക്കുവാൻ സാത്താൻ തന്ത്രങ്ങൾ ചെയ്യും.
നിന്റെ കുടുംബത്തിൽ മദ്യപാനിയെ കൊണ്ടുവരിക, മയക്കുമരുന്ന് അടിമകളാക്കി മാറ്റുക, നിന്റെ തലമുറകളെ മ്ലേച്ഛകരമായ ജീവിതത്തിലേക്ക് പിശാച് നയിച്ചു കൊണ്ടുപോവുകയാണ്. അങ്ങനെ വിവിധമായ യുദ്ധം നിനക്ക് നേരിടാം. മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾ, ദൈവത്തെ അനുസരിക്കാത്ത തലമുറ, ദൈവസഭയെ അനുസരിക്കാത്ത തലമുറ, ശുശ്രൂഷയോട് പൊരുതി നിൽക്കുന്ന ജനം, ഇതെല്ലാം ജീവിതത്തിൽ പിശാച് കൊണ്ടുവരുന്ന തന്ത്രമാണ്. പക്ഷെ അതിനോടൊക്കെ പൊരുതി ജയിക്കുക കഴിയണം. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായി വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിർത്തി. പക്ഷെ പലരും തകർന്നു പോയി, പലരും വീണുപോയി, പലരും വിശ്വാസത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് പിന്നത്തേതിൽ ദുഷ്ടന്റെ തീയമ്പുകൾക്ക് നേരെ എതിർത്ത് നിൽപ്പാൻ കഴിയാതെ പലരും വിശ്വാസത്തിൽ പിന്മാറിപ്പോയി. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, നീ വിശ്വാസത്തിൽ പിന്മാറിപ്പോകരുത്. കർത്താവ് നിനക്കൊരിക്കലായി നൽകിയ രക്ഷയും ആ രക്ഷയുടെ സന്തോഷവും, നിനക്ക് നൽകിയ നിത്യവ ജീവനും ആ സ്വർഗീയ പരദീസയുടെ മഹത്വം നീ ഉപേക്ഷിച്ചിട്ട് ലോകത്തിലേക്ക് നീ ഇറങ്ങിപ്പോകരുത്. അങ്ങനെ ലോകത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിപ്പോയാൽ നിങ്ങൾ നരക കടലിലേക്കാണ് പോകുന്നത്, നരകാത്തിയിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുവാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. പ്രൈസ്. നിങ്ങളുടെ കുടുംബം ദേശത്ത് അനുഗ്രഹിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുക. സമൂഹത്തിന്റെ മുമ്പിൽ, ജനത്തിന് മുമ്പിൽ നീ നിൽക്കുന്ന ദേശത്ത്, ഗ്രാമത്ത്, പട്ടണത്തിൽ, നീ നിൽക്കുന്ന രാജ്യത്ത് നിന്റെ കുടുംബത്തെ മാനിപ്പാൻ ദൈവം ആഗ്രഹിക്കുക. അല്ലേലൂയ. അവിടെയാണ് നിനക്കെതിരെ ശത്രു പോരാട്ടം കൊണ്ടിരുന്നത്. ഒന്നുമില്ല, നിന്റെ ശരീരത്തിൽ വിവിധമായ വ്യാധികളെങ്കിലും കൊണ്ട് ഇട്ട് പിശാചിനോട് യുദ്ധം ചെയ്യും. പ്രൈസ്. നിനക്ക് കണ്ണുനീര് തരും, ദുഃഖങ്ങൾ തരും. ഒരു പ്രശ്നവുമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങൾക്കകത്ത് പ്രശ്നങ്ങൾ കടന്നു വരാം. അയൽവാസികൾ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അല്ലേലിയ. ഇന്നലെ വരെ ഒരു തോളെ കൈയിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഒന്നിച്ചു കിടന്നുറങ്ങിയവർ പോലും തമ്മിൽ അടിച്ചു പിരിയുന്ന സാഹചര്യം ഉണ്ടാകാം. അങ്ങനെയൊക്കെ എത്രയോ സംഭവങ്ങൾ. അല്ലേലിയ. ഇതെല്ലാം ശത്രു നിങ്ങൾക്കെതിരെ കൊണ്ടുവരുന്ന ഒരു യുദ്ധമാണ്. കൊടുക്ക വാങ്ങലുകൾ അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. വിശ്വാസത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്ക വാങ്ങലുകൾ നടത്തും. പിന്നത്തേതിൽ അതിനകത്ത് കബളിപ്പിക്കൽ, അതൊരു യുദ്ധമാണ്. ആമീൻ. പരസ്പര വിശ്വാസത്തോടെ കൂട്ടു ബിസിനസ്, പങ്ക് ബിസിനസ്സുകൾ ചെയ്യും, പങ്ക് കൃഷികൾ ചെയ്യും, ഒരുവനെ വരിക്കും, അതൊരു യുദ്ധമാണ്. വിശ്വാസി എല്ലായിടത്തും സൂക്ഷ്മതയുള്ളവനായിരിക്കണം. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും സൂക്ഷ്മതയോടെയാണ് നീ നിൽക്കുന്നതെങ്കിൽ നിനക്ക് ശത്രുവിന്റെ സകല പരീക്ഷയും ജയിക്കാൻ കഴിയും. പ്രൈസലോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഭാഗത്തൊക്കെ നിങ്ങൾ കടന്നു പോകുന്നവരാ. അല്ലേ? ഏതെങ്കിലും രീതിയിൽ, ഏതെങ്കിലും ഭാഗത്ത്, ഏതെങ്കിലും നിലയിൽ നിങ്ങൾ ഒരു യുദ്ധത്തിലാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണം. അല്ലേ? അതനുഭവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ശത്രുവിന്റെ മുമ്പിൽ നീ പരാജയപ്പെട്ടു പോകരുത്. സാത്താന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോകാതെ ജയാളിയായ യേശു ക്രിസ്തുവിനെ നീ അനുഗമിക്കണം. അല്ലേ? ആമേൻ. നിന്നെ ഉയർത്തുവാൻ, നിന്നെ മാനിക്കുവാൻ, നിന്നെ സംരക്ഷിക്കുവാൻ, നിനക്ക് നേരെ കടന്നു വരുന്ന യുദ്ധത്തിൽ നിന്നെ വിജയം തന്നെ നിന്നെ മാനിക്കാൻ വേണ്ടിയിട്ട് യേശു നിന്നോട് കൂടെയുണ്ട്. രക്തം ചെയ്യാൻ. അല്ലേ? അതുകൊണ്ടാണ് പ്രവാചകന്റെ വാക്ക് നമ്മൾ എടുത്തു പറഞ്ഞാൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. അപ്പം വിശ്വാസം എന്ന പരിച എന്ന് പറഞ്ഞാൽ, അല്ലേലൂയ, സർവായുധ വർഗത്തിലെ ഓരോ ഇനവും ശത്രുവിനെ പ്രതിരോധിക്കാനും സുവിശേഷം പ്രചരിപ്പിക്കാനുള്ളതാണ്. സാത്താന്റെ തീയമ്പുകളാണ്, അല്ലേലൂയ, പലതും. അല്ലേലൂയ, പലതും സാത്താന്റെ തീയമ്പുകളാണ്. അതുകൊണ്ടാണ് പരിച ആമേനെ എടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലേലൂയ. അപ്പൊ സാത്താൻ തൊടുത്തുവിടുന്ന അനവധിയായ പരീക്ഷകളാണ് ഈ തീയമ്പുകൾ എന്ന് പറയുന്നത്. അല്ലേലൂയ, സ്തോത്രം. മാർട്ടിൻ ലൂതർ പറഞ്ഞിട്ടുണ്ട്, പക്ഷികൾ എന്റെ തലയ്ക്ക് മീതെ പറക്കുന്നത് തടയാൻ എനിക്ക് കഴിയില്ല, എന്നാൽ അവ എന്റെ തലയിൽ കൂട് വയ്ക്കുന്നത് തടയാൻ എനിക്ക് കഴിയും. സ്തോത്രം. തന്റെ വാക്കുകൾ വളരെ വിലപ്പെട്ടതാ. ആയിരക്കണക്കിന് പക്ഷികൾ മാർട്ടിൻ ലൂതറിന്റെ തലയ്ക്ക് മീതെ പറക്കും. അതിനെ തടയുവാൻ മാർട്ടിൻ ലൂതർക്ക് കഴിയില്ല. പക്ഷേ ഈ പക്ഷികൾ ഒന്നുപോലും മാർട്ടിൻ ലൂതറിന്റെ തലയിൽ കൂടുവെക്കാൻ അനുവാദം കൊടുക്കാതിരിക്കുവാൻ മാർട്ടിൻ ലൂതറിന് കഴിയുമെന്ന്. അല്ലേ എന്ന് പറഞ്ഞ എന്നെ കേൾക്കുന്ന പ്രശ്നീയത, ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ നിനക്ക് ചുറ്റും കടന്നു വരാം.
അതിനെ എല്ലാം നിനക്ക് തടയുവാൻ കഴിഞ്ഞില്ലെങ്കിലും അതൊന്നും നിന്നിൽ കൂടുകൂട്ടാൻ, നിന്നിൽ അതൊന്നും വ്യാപിക്കാണ്ടേക്കാതെ നീ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കണം. ഹല്ലേലൂയ. അപ്പൊ സാത്താൻ അയക്കുന്ന തീയമ്പുകളെ നമ്മെ കൊണ്ട് തടുക്കുവാൻ കഴിയുകയില്ലെങ്കിലും വിശ്വാസം എന്ന പരിചയം കൊണ്ട് തടുക്കാം. ഹല്ലേലൂയ. പിശാച് തൊടുത്തുവിടുന്ന തീയമ്പുകളെ നമ്മുടെ ആരോഗ്യം കൊണ്ടും നമ്മുടെ ബലം കൊണ്ടും കായിക ശക്തി കൊണ്ടും പണം കൊണ്ടും ഒക്കെ നമുക്ക് അതിനെ തടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ആത്മീയതയെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്ന പരിചയം കൊണ്ട് നമുക്കിനെ തടയുവാൻ കഴിയും. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം ഞാൻ നിന്റെ പരിചയമാണ് എന്ന് പറഞ്ഞു. അബ്രഹാമിനോട് ദൈവം എന്താ പറഞ്ഞു? ഞാൻ നിന്റെ പരിചയമാണെന്നാ പറഞ്ഞത്. 15 വായിച്ചപ്പോൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. അതുപോലെ നാം കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ അവൻ നമ്മുടെ പരിചയമായി മാറും. പ്രൈസ് ദി ലോർഡ്. യഹോവയായ ദൈവം അബ്രഹാമിന് പരിചയം പലകയുമായിരുന്ന പോലെ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, ഈ ലോകത്തിന്റെ ജീവിതം വിട്ട്, ലോകത്തിന്റെ സുഖങ്ങൾ വിട്ട് നീ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തു നിനക്ക് പരിചയമായി മാറും. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങളുടെ ആത്മജീവിതത്തിന് നേരെ ഉയർന്നു വരുന്ന വെല്ലുവിളികളെ, പോരുകളെ, പോരാട്ടങ്ങളെ, പരീക്ഷകളെ, യുദ്ധങ്ങളെ തരണം ചെയ്യുവാൻ നിനക്ക് കഴിയണമെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ യുദ്ധക്കളത്തിൽ ജയം നൽകുന്നത് പ്രാർത്ഥനയാണ്. നാം നിൽക്കുന്ന ഈ യുദ്ധക്കളത്തിൽ നമുക്ക് ജയം നൽകുന്നത് പ്രാർത്ഥനയാണ്. അതേ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നാം എവിടെയും ജയിക്കും. നിങ്ങൾ എവിടെയും ജയിക്കണമെങ്കിൽ പ്രാർത്ഥന നിങ്ങൾക്ക് ആവശ്യമാണ്. പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പരാജയപ്പെട്ടു പോകും. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ വചനം വായിച്ചത്. പൗലോസ് പറയുന്നത് എഫെസ്യലേഖനം 6:18 വായിക്കുമ്പോൾ സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും വേണ്ടി, ഹല്ലേലൂയ, സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. നമ്മളിതിനെ ഏത് സമയത്തും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സകല വിശുദ്ധന്മാർക്കും പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന മാറ്റിവെക്കരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊരു യാത്ര മാറ്റിവെച്ചാലും, നിങ്ങളുടെ ഒരു ഭക്ഷണം മാറ്റിവെച്ചാലും, ഹല്ലേലൂയ, 1 മണിക്കൂർ നേരത്തെ ഈ ലോകസുഖങ്ങൾ നിങ്ങൾ മാറ്റിവെച്ചാലും, ഹല്ലേലൂയ, നിങ്ങൾ പ്രാർത്ഥന മാറ്റിവെക്കരുത്. ഹല്ലേലൂയ. നീ എവിടെ ജയിക്കണമെങ്കിൽ പ്രാർത്ഥനയാണ് ആവശ്യം. ഹല്ലേലൂയ. തകർന്നു പോകാതെ നിൽക്കണമെങ്കിൽ പ്രാർത്ഥന ആവശ്യം. നിന്റെ ഈ ലോക ജീവിതത്തിൽ, നിന്റെ ബിസിനസ്സിനകത്ത്, ജോലിക്കകത്ത്, കൃഷിക്കകത്ത്, നിന്റെ പഠനത്തിൽ, നിന്റെ നന്മയില്, നിന്റെ അഭിവൃദ്ധിയിൽ, നിന്റെ കൃഷിയിൽ, നിന്റെ ആടുമാട് കന്നുകാലികളിൽ, നിന്റെ തലമുറയിൽ, ഹല്ലേലൂയ, നീ തൊടുന്ന ഏത് കാര്യത്തിലും നിനക്കൊരു വിജയം വേണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ പ്രാർത്ഥിച്ച അനവധി ഭക്തന്മാരുടെ ജീവിതത്തിലെ വിജയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ പ്രാർത്ഥനയില്ലാത്ത പലരുടെയും ജീവിതത്തിന്റെ പരാജയങ്ങളെയും വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്ന് പകലെന്നെ കേൾക്കുന്ന മാതാവേ, നീ കഴിഞ്ഞ കാലങ്ങളായി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ. ഹല്ലേലൂയ. നീ ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ. ഹൃദയം ഉരുകി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതിന്റെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുക. രക്തം ചെയ്യും. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളായി നിന്നോട് വെല്ലുവിളിക്കുന്ന ചില ശത്രുവിന്റെ പോരുകളുണ്ട്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ സഹോദരങ്ങൾ നിനക്കെതിരെ വെല്ലുവിളി തുടങ്ങിയിട്ട് കാലങ്ങളായി. നിന്റെ ബന്ധുക്കൾ, നിന്റെ സന്തത സഹചാരികളും, നിന്റെ ബന്ധുമിത്രാദികളൊക്കെ നിന്നോട് മത്സരം തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി. എന്തിനേറെ അപ്പൻ മക്കളോടും, മക്കൾ അപ്പനോടും, അമ്മായിയമ്മ മരുമോളും, മരുമോൾ അമ്മായിയമ്മയോടും യുദ്ധം തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി. അതിനെ നിനക്ക് ജയിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന ആവശ്യമാണ്. അല്ലേ? പ്രാർത്ഥന കുറഞ്ഞു പോയാൽ, ഹല്ലേലൂയ, ഈ ചിറകൊടിഞ്ഞ പക്ഷിയെ പോലെയാ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പക്ഷിയുടെ 2 ചിറകുകളിൽ ഒരു ചിറകുടിഞ്ഞു പോയാൽ ആ പക്ഷിക്ക് പറക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ. അതിന്റെ ജീവിതം പര്യവസാനിക്കുന്ന അനുഭവം ഇന്ന് പറഞ്ഞതുപോലെയാണ് സ്നേഹിത.
നിന്റെ ജീവിതത്തിലെ പ്രാർത്ഥന മുടങ്ങുമ്പോൾ, പ്രാർത്ഥന നഷ്ടപ്പെടുമ്പോൾ നിന്റെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നീ പ്രാർത്ഥിക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിനോടായിരിക്കണം. പ്രൈസറോ, സകല നാമത്തിനും മേലായ നാമമുള്ള കർത്താവായ യേശു ക്രിസ്തുവിനോടാണ് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നീ ഒരിടത്തും പരാജയപ്പെടത്തില്ല. രക്തം ചെയ്യും. അല്ലേലിയ. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രൈസറോ, പല പ്രാർത്ഥനകൾക്കും മറുപടി കിട്ടാതിരിക്കുമ്പോൾ, പല പ്രാർത്ഥനയിലും പലരും നിരാശപ്പെട്ട് മാറുമ്പോൾ, അല്ലേലിയ, പലരും പല ജീവിത വിജയങ്ങൾക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ സന്ദർശിക്കുമ്പോൾ, അല്ലേലിയ, എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നീ നിൽക്കുന്ന സ്ഥലത്ത്, നീ ഇരിക്കുന്ന ഇടത്തിരുന്ന്, നീ താമസിക്കുന്ന ദേശത്ത് എവിടെയാണോ അവിടെ ഇരുന്ന് നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായി വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നീ നിൽക്കാൻ തയ്യാറാകുമ്പോൾ നീ സകല മേഖലയിലും ജയിക്കും. രക്തം ചെയ്യും. പ്രൈസറോ, നമുക്കൊരു ഉന്നതമായ വിജയത്തെ ദൈവം തരാൻ ആഗ്രഹിക്കുക. ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വചനം കേൾക്കൊണ്ടിരിക്കുന്ന ശ്രോതാവേ, നിന്റെ കുടുംബത്തിൽ ഉന്നതമായ വിജയം തരാൻ ദൈവം ആഗ്രഹിക്കുക. പ്രൈസറോ, നാളുകളായി ഒരു നല്ല ജോലിക്ക് വേണ്ടി നീ ആഗ്രഹിക്കുന്നു. പല പരീക്ഷകൾ നീ എഴുതി, പല ടെസ്റ്റുകൾ നീ എഴുതി പാസ്സായി, പല സ്ഥലത്ത് നീ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നിനക്ക് ലഭിക്കേണ്ട നന്മ കിട്ടാതെ പിൻവാതിൽ വഴിയായി അഴിമതിയിലൂടെ, കരിച്ചന്തയിലൂടെ, രാഷ്ട്രീയ സമ്മർദ്ദത്തിലൂടെ നിനക്ക് ലഭിക്കേണ്ട അല്ലെങ്കിൽ നിയമനങ്ങൾ പലപ്പോഴും തടസ്സപ്പെടുന്നുണ്ട്. ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിനക്കെതിരെ നിൽക്കുന്ന തടസ്സങ്ങളെ ദൈവം മാറ്റിത്തരും. പ്രൈസറോ, ഒരു ആത്മീയൻ എന്ന് പറയുമ്പോൾ അവന് നേരെ വലിയ യുദ്ധമാണ്. അവന്റെ ഭാവിയെ ഏതെങ്കിലും വിധത്തിൽ തകർത്ത് കളയുവാൻ, അവന്റെ കുടുംബത്തെ തകർക്കുവാൻ ഈ ലോകത്തിന്റെ ശത്രു സാത്താൻ, പിശാച്, അവൻ ഭയങ്കര തന്ത്രങ്ങൾ വരും. പ്രൈസറോ, അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് പ്രാർത്ഥനയുടെ അഭിഷേകത്തെ തന്നിരിക്കുന്നത്, പ്രാർത്ഥനയുടെ കുറവ് തന്നിരിക്കുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്ന അനുഭവത്തെ ദൈവം നമുക്ക് തന്നത്. ഹല്ലേലൂയ. നീ തകർന്നു പോകരുത്. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നീ തകർന്നു പോകരുത്. ഹല്ലേലൂയ. സന്തോഷത്തോടും സമാധാനത്തോടും ജീവിതം ആരംഭിച്ച അനവധി കുടുംബങ്ങൾ കുടുംബജീവിതം തുടങ്ങി ചില മാസങ്ങൾ കഴിയുന്നതിനുമ്പേ കുടുംബത്തിനകത്ത് സംശയങ്ങൾ വന്നു തുടങ്ങി, അവിശ്വസ്തത വന്നു തുടങ്ങി. ഭാര്യ ഭർത്താവിനെ സംശയിക്കുന്നു, ഭർത്താവ് ഭാര്യയെ സംശയിക്കുന്നു, ഭർത്താവ് അറിയാത്ത ഭാര്യയ്ക്ക് അവിഹിത ബന്ധം, ഭാര്യ അറിയാതെ ഭർത്താവിന് അവിഹിത ബന്ധം. അങ്ങനെ വിവിധ നിലകളിൽ മക്കളുടെ ജീവിതത്തിലെ ദൈവികതമല്ലാത്ത ജീവിതങ്ങൾ പലതും കുടുംബത്തിനകത്ത് കണ്ണുനീരായി മാറും. പ്രൈസറോ, കുടുംബത്തിനകത്ത് പിശാച് തന്ത്രങ്ങൾ മെനയും. നിന്റെ കുടുംബത്തെ ചിഹ്ന ഭിന്നമാക്കി കളയാൻ സാത്താൻ നിനക്കെതിരെ എഴുന്നേൽക്കും. അല്ലേലി. ലോകത്തിന്റെ മോഹന വാഗ്ദാനങ്ങൾ നിന്റെ മുമ്പിൽ കാണിച്ച് പ്രലോഭനങ്ങൾ തന്ന് നിന്റെ ഹൃദയത്തെ വശീകരിച്ചുകൊണ്ട്, അല്ലേലിയ, പാപത്തിന്റെ ആഴങ്ങളിലേക്ക്, പാപത്തിന്റെ ആഴക്കടലിലേക്ക് തള്ളിവിടുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ നീ തിരിച്ചറിയണം. രക്തം ചെയ്യണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം, അല്ലേലിയ, എടുത്തുകൊണ്ട് നിൽപ്പിന്ന് പറഞ്ഞത്. പ്രൈസറോ, ഹല്ലേലൂയ. അപ്പൊ സർവായുധ വർഗത്തിലെ ഓരോ ഇനവും ശത്രുവിനെ പ്രതിരോധിക്കുവാനുള്ള ആയുധമാണ്. ഹല്ലേലൂയ. അത് നാം ധരിച്ചുകൊണ്ട് വിശ്വാസത്താൽ യാത്ര ചെയ്യണം. ഇവിടെ ദൈവത്തിന് വചനം വേദപുസ്തകത്തിൽ പല തരത്തിലുള്ള യുദ്ധങ്ങൾ കാണാം. അല്ലെങ്കിൽ തങ്ങളെ അവകാശമായ കാനാൻ ദേശത്തെ നേടിയെടുക്കാൻ വേണ്ടി ഇസ്രായേലും ജാതികളോട് യുദ്ധം ചെയ്ത് നമുക്കറിയാം. കാനാൻ ദേശത്തിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്ത പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശത്തേക്ക് ഇസ്രായേലിനെ കടന്നു ചെല്ലാതിരിക്കാൻ വേണ്ടി ആ കനാൻ ദേശത്തുണ്ടായിരുന്ന 7 ജാതികൾ ഒന്നടങ്കം ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഹല്ലേലൂയ. പ്രൈസറോ. എന്നാൽ അവസാനം സംഭവിച്ചത് എന്താണ്? ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തിലേക്ക് ഇസ്രായേലും കടന്നു ചെന്ന് ആ ദേശത്തെ കൈവശമാക്കത്തക്ക നിലയിൽ ഇസ്രായേലത്തിന് നേരെ കടന്നു വന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ ദൈവം തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ.
അപ്പം വിവിധമായ അല്ലൊരു സ്തോത്രം തന്ത്രങ്ങൾ കടന്നു വരും. വിവിധമായ യുദ്ധങ്ങളെ നിങ്ങൾ നേരിടേണ്ടി വരും. അല്ലൊരു മോശയും ഇസ്രായേലും ഒക്കെയും അല്ലുരിയ ആമി സ്തോത്രം അല്ലുരിയ വളരെ അല്ലുരിയ ആമി പ്രതിസന്ധികൾക്ക് നേരെ എതിരിട്ട് നിൽക്കേണ്ടി വന്നു. അല്ലേലിയ നമുക്കറിയാം സ്തോത്രം മോശ ഇസ്രായേലും കനാനെ നോക്കി വരുമ്പോൾ അമാലിയക്കർ അവരോട് എതിർത്തു വന്നു. അല്ലേലിയ വളരെ പ്രതിസന്ധിയായിരുന്നു. ബലഹീനതയോടെ വന്ന ബലഹീനരായിരുന്ന ഇസ്രായേലത്തെ അവരുടെ പിറകിൽ വന്നവരെ അല്ലേലിയ ബലഹീനരായവരെ അമാലിക്കർ വന്ന് വെട്ടിക്കളഞ്ഞു. ബലഹീനത അല്ലേലിയ സ്തോത്രം അല്ലേലിയ. എന്നാൽ മോശ ദൈവത്തിന്റെ വടി പിടിച്ചുകൊണ്ട് കുന്നിൻ മുകളിൽ ഉത്തരവാദിത്വത്തോടെ നിന്നു. അഹരോനും ഹൂരും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്നു. അവന്റെ കൈ താങ്ങിയെന്ന് പുറപ്പാട് പുസ്തകം 17:12 നമ്മൾ വായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതാകുന്നു അവൻ ശരിയായ പ്രാർത്ഥിച്ചു വന്നതിന്റെ അടയാളം. ഈ സാഹചര്യത്തെ ഏത് വിധത്തിലും തകർത്തു കളയുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്തോത്രം അമാലേക്ക് ശക്തി അല്ലെങ്കിൽ വളരെ തന്ത്രങ്ങൾ ചെയ്യുക. അമാലേക്കർ അല്ലെങ്കിൽ തന്ത്രത്തിലൂടെ ബലഹീനരായിരിക്കുന്ന സാഹചര്യത്തെ തകർക്കുവാൻ പദ്ധതിയിട്ടപ്പോഴാണ് മോശയും അഹരോനും ഹൂരും കൂടെ പർവ്വതത്തിൽ കയറി ലേലിയ അവിടെ ഒരു വലിയ പ്രാർത്ഥനയുടെ അനുഭവം നടക്കുന്നത് കാണാൻ കഴിയും. ലേലിയ ആ വചനം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ ദൈവത്തിന്റെ വടി പിടിച്ചുകൊണ്ട് മോശ പർവ്വതത്തിൽ ഇരിക്കുക, കുന്നിൻ മുകളിൽ ഇരിക്കുക. അവിടെ മോശ ദൈവത്തിന്റെ വടിയുമായി പർവ്വതത്തിൽ കയറുന്നു. ഈ വടിയെക്കുറിച്ച് മോശയുടെ വടി, അഹരോന്റെ വടി എന്നിങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അല്ലെ ആദിയായ അലിയ സ്വതം വിവിധ സ്ഥലങ്ങളില് ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം തന്റെ ശക്തിയും മഹത്വവും പ്രകടമാക്കുന്നതിന് തുടക്കമായി ഈ വടി പല പ്രാവശ്യം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അല്ലേലിയ. അപ്പൊ അമാലേക്കരുമായുള്ള യുദ്ധത്തിൽ സാജനം ജയിച്ചു. സാജനം പരാജയപ്പെടാൻ ജയിച്ചു. കാരണം ദൈവത്തിന്റെ കരുതൽ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ആ ഭാഗമൊക്കെ നമ്മൾ ഒരുപാട് പ്രസംഗിച്ചു പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അത് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമാണ്. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവം ദത്തെടുത്തവരാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങൾ കഴുകൽ ശുദ്ധീകരണം പ്രാപിച്ചവരാണ്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ദൈവരാജ്യത്തിന്റെ അവകാശികളാണ്. നിത്യതയുടെ പങ്കാളികളാണ്. സ്വർഗീയ കാനാന്റെ അവകാശികളാണ് നിങ്ങൾ. ഹല്ലേലൂയ. നിങ്ങൾക്കെതിരെയാണ് യുദ്ധമുള്ളത്. പ്രൈസലോ. ഈ ലോകത്തിൽ നിങ്ങൾ ലോകക്കാരെ പോലെ സകല പാപവും ചെയ്ത് ജീവിച്ച നിനക്ക് ഒരു പോരാട്ടവുമില്ല. പിശാചിനറിയാം അവന്റെ ഇഷ്ടം അവൻ ചെയ്യുന്നത്. അതുകൊണ്ട് നിനക്കൊരു പോരാട്ടവും കടന്നു വരികയില്ല. എന്നാൽ ദൈവഹിതം അറിഞ്ഞ് ദൈവ ഇഷ്ടം അറിഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവന് നേരെയാണ് പിശാച് സൂത്രങ്ങൾ കൊണ്ടുവരുന്നത്, തന്ത്രങ്ങൾ കൊണ്ടുവരുന്നത്. അല്ലേലൂയ. അവിടെയാണോ നാം ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ആമീനല്ലേ എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കമായ വിശ്വാസം എന്ന പരിചയെടുത്തുകൊണ്ട് നിൽക്കേണ്ടത്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ തളർന്നു പോകരുത്. നിന്റെ ആത്മജീവിതം തകർന്നു പോകരുത്. നിന്റെ വിശ്വാസ ജീവിതം തകർന്നു പോകരുത്. ദൈവസന്നി വിശുദ്ധിയോടെ നിന്ന് ഹല്ലേലൂയ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗീയ കനാനിൽ നീ എത്തിച്ചേരണം. ഹല്ലേലൂയ. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേലിന് ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്ത് ചേരുവാൻ ഇസ്രായേൽ ജനത്തിന് കഴിഞ്ഞതുപോലെ ഹല്ലേലൂയ നിനക്കും ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച് സ്വർഗീയ കനാനിൽ എത്തിച്ചേരുവാൻ ഹല്ലേലൂയ നീ തയ്യാറാകണം. അവിടെ എത്തുന്നിടം വരെയും നിനക്ക് യുദ്ധങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തളർന്നു പോകരുത്. അല്ലെങ്കിൽ ക്ഷീണിച്ചു പോകരുത്. അല്ലെങ്കിൽ ഒരു മനുഷ്യന് മടുപ്പുളവാക്കി കഴിഞ്ഞാൽ, ഒരു മനുഷ്യന് ക്ഷീണം വന്നു കഴിഞ്ഞാൽ, ബലഹീനത വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ സർവ്വശക്തിയും തകരാൻ തുടങ്ങും. ലേലിയ. അതിന് ഉദാഹരണം വരും. നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു ജലദോഷം വന്നാൽ, ചെറിയൊരു തുമ്പൽപ്പനി വന്നാൽ, അല്ലേലിയ നിങ്ങളുടെ ശരീരത്തിൽ എവിടെങ്കിലും ജോയിന്റുകളിൽ ചെറിയൊരു വേദന അനുഭവിച്ചാൽ, അല്ലേലിയ നിങ്ങൾ അവിടെ ബലഹീനരായി മാറും. അല്ലേലിയ. പിന്നെ നിങ്ങൾക്ക് പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ദൈവത്തിന് ഇരിക്കുക സമയമില്ല, ദൈവത്തിന് നിൽക്കുക സമയമില്ല. എല്ലാത്തിനും ഈ ബലഹീനതയെ തളർത്തുകൊണ്ടേയിരിക്കും. അല്ലേലിയ. അതൊക്കെ ശത്രുവിന്റെ യുദ്ധമാണ്. കാരണം നിന്നെ ബലഹീനനാക്കി മാറ്റിക്കൊണ്ട് നിനക്ക് ബലഹീനത തന്നുകൊണ്ട്
ആമേ നിന്നെ തകർക്കുവാൻ സാത്താന്റെ തന്ത്രം. അതാ പൗലോസ് പറഞ്ഞത്, സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന്. അല്ലേ? അതുകൊണ്ട് സാത്താൻ നിന്നെ തോൽപ്പിക്കരുത്. അല്ലേ? സാത്താൻ നിന്നെ തോൽപ്പിക്കരുത്. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, സാത്താൻ നിന്നെ തോൽപ്പിക്കരുത്. നീ സാത്താനെ തോൽപ്പിക്കണം. പ്രൈസറോ, നീ സാത്താനെ തോൽപ്പിക്കണമെങ്കിൽ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നീ ദൈവസേനയും മുഴങ്കാലം അടക്കി അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നിനക്ക് നേരെ സകല സന്നാഹത്തോടും കൂടെ കടന്നു വന്ന പിശാച് നിന്നെ വിട്ട് ഓടിപ്പോകും. പ്രൈസറോ, നീയാണ് ജയാളി. കാരണം നിങ്ങൾ ജയിച്ചവനായിരിക്കുന്ന, ജയാളിയായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാ രക്തജയം. നമ്മൾ പരാജയപ്പെട്ടവന്റെ പിന്നാലെ അല്ല പോകുന്നത്, സാക്ഷാൽ ജീവനുള്ള ദൈവം. അല്ലേലിയ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ഒരു സ്ഥലത്തും തകർന്നു പോവുകയില്ല. പ്രൈസറോ, അവന് നേരെ പിശാച് കൊണ്ടുവരുന്ന സകല തന്ത്രങ്ങളെ നീ ജയിക്കും. പ്രൈസറോ, അങ്ങനെ യുദ്ധം പല വിധത്തിലാണ്. അപ്പൊ അതുകൊണ്ടാണ് യുദ്ധം പല വിധത്തിൽ വരുമ്പോൾ നമ്മൾ പറയുന്നത്, കുടുംബത്തിനകത്ത് ശാപങ്ങൾ കടന്നു വരും, പാപരോഗങ്ങൾ കടന്നു വരും, അല്ലെങ്കിൽ ബന്ധനങ്ങൾ കടന്നു വരും, ചില ദേശത്തിന് പോരുകൾ കടന്നു വരും, ചില ആഭിചാര മന്ത്രവാദ ശക്തികൾ നിനക്കെതിരെ ഒന്നിച്ചു നിൽക്കും. അല്ലേലിയ, അവിടെയൊക്കെ നീ തകരാതെ നിൽക്കണമെങ്കിൽ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് എല്ലാറ്റിനും ഇതേ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കണം. പ്രൈസറോ, അല്ലേലിയ, ഈ ലോകം നിന്നെയും നിന്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു പദ്ധതി ജയിക്കത്തില്ല. പിന്നെ നിന്റെ തകർച്ച എങ്ങനെ സംഭവിക്കും? നിന്റെ ഉള്ളിൽ കിടന്ന് ഭയമാണ്. അല്ലേലിയ, ചിലർ പറയും, അയ്യോ നിന്റെ കുടുംബത്തിനെ കൂടോത്രം ചെയ്തു, ക്ഷുദ്രം ചെയ്തു, മന്ത്രവാദം ചെയ്തു, ആ ചരട് കൊണ്ടിട്ട് ഒതുക്കിയിട്ട് വെള്ളം ഒഴിച്ചു, ആ മിലലിയ എന്നൊക്കെ പറയുമ്പോഴത്തേനും നീ അത് കേട്ട് വിറയ്ക്കാൻ തുടങ്ങും. ലേലിയ, നീ വിറയ്ക്കുമ്പോൾ നീ അത് കേട്ട് ഭയപ്പെടുമ്പോൾ നീ ഒരു ബലഹീനനായി മാറും. ബലഹീനനായി മാറിയെന്ന് നിന്നെ കുറിച്ച് പിശാച് കാണുമ്പോൾ നിന്റെ ആ ബലഹീനതയില പിശാച് പ്രവർത്തിക്കുന്നത്. എന്നാൽ നിനക്കെതിരെ എന്ത് ആഭിചാര മന്ത്രവാദ ക്രിയകളും കൊണ്ടുവന്നാലും, എന്തെല്ലാം നിനക്കെതിരെ കൊണ്ടുവന്നാലും നീ അതിനകത്ത് തളർന്നില്ല, ബലഹീനനല്ല, നീ അതിൽ ജയാളിയാന്ന് കണ്ടാൽ ഈ പിശാചിന്റെ പദ്ധതി പൊളിഞ്ഞു പോകും. ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരാ. ലോകത്തിൽ നിന്ന് അവരെ വിലയ്ക്ക് വാങ്ങിയതാ. ഹല്ലേലൂയ, നമ്മെ വിലയ്ക്ക് വാങ്ങിയ യേശുവിന്റെ രക്തത്താൽ നാം ശുദ്ധീകരിക്കപ്പെട്ടവനായതുകൊണ്ട്, ഹല്ലേലൂയ, വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് നാം എപ്പോഴും എവിടെയും ഏത് മേഖലയിലും ജയിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്തു? ആമിലെ കുന്നിൻ മുകളിൽ മോശയും അഹരോനും ഹൂരും കൂടെ ഒന്നിച്ച് പ്രാർത്ഥനയില്ല. ഹല്ലേലൂയ. മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേലിയർ ജയിക്കും. മോശയുടെ കൈ താഴുമ്പോൾ എന്ത് ചെയ്യും? അമാലിയക്കർ ജയിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു? ആമി സ്തോത്രം. അല്ലയ്യ, അഹരോനും ഹൂരും ഒരുത്തിനിപ്പുറത്തും ഒരുത്തിനപ്പുറത്തും നിന്ന് അവന്റെ കൈ താങ്ങിക്കൊടുത്തു. സ്തോത്രം. അല്ലേ? ശക്തമായ ഒരു പ്രാർത്ഥനയാണ്. അല്ലേ? മോശ അപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ താഴെ യുദ്ധക്കളത്തിൽ നിന്ന യോശുവ ജയം വരിച്ചു. അല്ലേ? ആ ജയത്തിന്റെ പിന്നിലെ രഹസ്യം കുന്നിൻ മുകളിൽ പ്രാർത്ഥിക്കുന്ന മോശയും അഹരോനും ഹൂരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ താഴ്വരയിൽ ഭയങ്കര യുദ്ധം നടക്കുക. യോശുവ അമാലേഖരുമായി പൊരിഞ്ഞ യുദ്ധമാണ്. യോശുവയും ഇസ്രായേലും അമാലേഖരുമായി പൊരിഞ്ഞ യുദ്ധം നടക്കുക. ആ യുദ്ധത്തിൽ അമാലേഖർ പരിപൂർണമായി സമ്പൂർണമായി പരാജയപ്പെട്ടു. ഹല്ലേലൂയ. യോശുവ അവിടെ യുദ്ധവീരനായി മാറി. ഹല്ലേലൂയ. കാരണം കുന്നിൻ മുകളിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ കുടുംബത്തിനകത്ത് പ്രാർത്ഥനയുണ്ടെങ്കിൽ, നിന്റെ വിശ്വാസ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ നേരെ കടന്നു വരുന്ന സകലത്തെ നിനക്ക് ജയിക്കാൻ കഴിയും. രക്തജയം. നിന്നെ നിന്റെ കുടുംബത്തെ വ്യാധികളാൽ നശിപ്പിക്കുവാൻ പിശാച് പദ്ധതികൾ ഒരുക്കും. ഹല്ലേലൂയ. അതിനെല്ലാം ജയിപ്പാൻ പ്രാർത്ഥനയാണ് ആവശ്യം. ഹല്ലേലൂയ. ഇന്ന് പകരം നിങ്ങൾ ആരും തളർന്നു പോകരുത്. നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ, ഒന്ന് ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഒന്ന് ദിനവൃത്താന്ത പുസ്തകം വരുമ്പോൾ അവിടെ നമുക്ക് ചില ഭാഗങ്ങൾ വായിക്കാൻ കഴിയും. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. 2.5 ഗോത്രക്കാരുടെ ഒരു വിജയത്തെക്കുറിച്ച് ഒന്ന് ദിനവൃത്താന്ത പുസ്തകം അല്ലെങ്കിൽ സ്തോത്രം വായിച്ച് നമുക്ക് കാണാൻ കഴിയും. 1 ദിനവൃത്താന്ത പുസ്തകം 5-ാം അധ്യായത്തിന്റെ അല്ലെങ്കിൽ 18 തൊട്ട് ആമയുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും.
അപ്പൊ 2.5 ഗോത്രക്കാരുടെ ജീവിതത്തിൽ വലിയൊരു യുദ്ധം നേരിട്ടു. അല്ലേ? ആ യുദ്ധത്തെ അവർ പ്രാർത്ഥന കൊണ്ടാണ് നേടിയത്. അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, 1 പുസ്തകം 5-ാം അധ്യായം അതിന്റെ 18 തൊട്ടുള്ള വാക്യം വായിക്കും. ഇങ്ങനെ എഴുതുന്നു: രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രക്കാരും ശൂരന്മാരും വാളും പരിചയം എടുപ്പാനും വില്ലുകൊല ചെയ്യുവാനും പ്രാപ്തിയുള്ളവരും യുദ്ധ സാമർഥ്യമുള്ളവരുമായ പടയാളികൾ 44,760 പേരുണ്ടായിരുന്നു എന്നാണ് വായിക്കുക. അല്ലേ? അവർ ഹഗരിയരോടും യെയൂർ, നാഫീർ, അതുപോലെ തന്നെ നോദാബ് എന്നിവരോട് യുദ്ധം ചെയ്തു. അല്ലേ? അവരുടെ നേരെ അവർക്ക് സഹായം ലഭിക്കിയാൽ ഹഗരിയരും കൂടെയുള്ളവരുമെല്ലാം അവരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ യുദ്ധത്തിൽ ദൈവത്തോട് നിലവിളിച്ചു. അവരിൽ ആശ്രയം വെച്ചതുകൊണ്ട് അവർ അവരുടെ പ്രാർത്ഥന കേട്ട് ഹല്ലേലൂയ ഉത്തരമരുളി. അവർ 50,000 ഒട്ടകം, 2,50,000 ആട്, 2,000 കഴുത എന്നിങ്ങനെ അവരുടെ കന്നുകാലികളെയും 1,00,000 ആളുകളെയും പിടിച്ചുകൊണ്ട് പോയെന്ന് കാണുന്നു. ഹല്ലേലൂയ. കാരണം യുദ്ധം ദൈവഹിതത്താൽ ഉണ്ടായതുകൊണ്ട് അധികം പേർ ഹതന്മാരായി വീണു. അവർ പ്രവാസകാലം വരെ അവർക്ക് അമലരിയെ പകരം പാർത്തു. 2.5 ഗോത്രക്കാരുടെ എന്ന് പറഞ്ഞാൽ വചനം വായിക്കുമ്പോൾ 2.5 ഗോത്രങ്ങളുടെ ആക്രമണവും വിജയവും യോർദാൻ നദിയുടെ കിഴക്ക് പാർത്തിരുന്ന 2.5 ഗോത്രക്കാർക്ക് ലഭിച്ച ഒരു പ്രധാന യുദ്ധ വിജയത്തെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ കൂടാതെ മനശ്ശെയുടെ ഗോത്രത്തിലെ പ്രധാന കുടുംബങ്ങളുടെ പട്ടിക ഇവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ 5:19 പറയുന്ന ഹഗ്രിയർ അല്ലെങ്കിൽ ഇസ്മായിലിന്റെ സന്തതി പരമ്പരകളാണ് അല്ലെ എന്നവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം 10-ാം വാക്യത്തിൽ പറയുന്ന യുദ്ധത്തിന്റെ ഒരു വിശദീകരണമാണ് ഹല്ലേലൂയ ഈ സ്തോത്രം ഹല്ലേലൂയ താഴോട്ട് വായിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നിനക്ക് നേരെ എത്ര വലിയ സന്നാഹം വന്നാലും, ഞാൻ മുമ്പേ പറഞ്ഞു, ദൈവം നിനക്ക് വേണ്ടി യുദ്ധത്തിൽ എഴുന്നേറ്റാൽ ഹല്ലേലൂയ നിങ്ങൾ തന്നെ ജയിക്കുമെന്നാണ്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. അല്ലെങ്കിൽ ഒരിക്കലും പാസ്റ്റർ പോൾ ജോഗിച്ചയുടെ രണ്ടാമത്തെ മകൻ പോൾ ജോഗിച്ചയുടെ രണ്ടാമത്തെ മകൻ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ച ആഹാരത്തിൽ വിഷാംശം കലർന്നിരുന്നതിനാൽ അവനങ്ങ് മരിച്ചുപോയി. പോൾ ജോഗിച്ചയെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് നമ്മൾ വായിച്ചിട്ടുണ്ട്. പോൾ ജോഗിച്ചയുടെ രണ്ടാമത്തെ മകൻ ഒരിക്കലും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നു. ആ കഴിച്ച ഭക്ഷണത്തിനകത്ത് ആഹാരത്തിൽ വിഷാംശം കലർന്നത് കൊണ്ട് എന്ത് ചെയ്തു? അവൻ മരിച്ചുപോയി. അവരോട് കൂടെ ഉണ്ടായിരുന്ന അനേക വിദ്യാർത്ഥികളും മരിച്ചുപോയി. ആ മനുഷ്യരുടെ കൂടെ ഉണ്ടായിരുന്ന അനേക വിദ്യാർത്ഥികൾ മരിച്ചുപോയി. എന്നാൽ അവിടെ സംഭവിച്ചതാണ്, പാസ്റ്റർ പോൾ ജോഗിച്ചോ തന്റെ മകന്റെ മൃതശരീരത്തിനരികിലിരുന്ന് മുട്ടുകുത്തി 4 മണിക്കൂർ ശക്തമായി പ്രാർത്ഥിച്ചു. 4 മണിക്കൂർ ശക്തമായി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന മഹാശക്തിയുള്ളതായിരുന്നു. അത് യുദ്ധക്കളത്തിൽ പോരാടുന്നതിന് തുല്യമായിരുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആകയാൽ സ്തോത്രം, സ്തോത്രം കാണാൻ കഴിയുന്നത് മകൻ ജീവനോടെ എഴുന്നേറ്റു എന്നവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ മരിച്ചുപോയ മകന് വേണ്ടിയിട്ട് പോൾ ജോഗിച്ചോ ഒരു യുദ്ധക്കളത്തിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത് പോലെ ദൈവത്തിന് മുഴങ്കാലുമടക്കി 4 മണിക്കൂർ നീണ്ട നിന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന നമ്മുടെ സ്വർഗത്തിലെ ദൈവം കേട്ടു. ഹല്ലേലൂയ. ആ പ്രാർത്ഥന കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ദൈവം എന്താണ് ചെയ്തത്? ആഹാരത്തിൽ ഉണ്ടായ വിഷാംശം മൂലം മരിച്ചുപോയ മകനെ ജീവനോടെ തിരിച്ചു കൊടുത്തു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയദൈവമക്കളെ, നിങ്ങൾ തളർന്നു പോകാതെ, നിരാശരാകാതെ, സാത്താൻ വിട്ടുകൊടുക്കാതെ നീ പോരാടി പ്രാർത്ഥിക്കുന്നെങ്കിൽ ജയവീരനായ ക്രിസ്തു നിന്നോട് കൂടെ ഇരിക്കും. നമ്മൾ പോൾ ജോഗിച്ചോ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ കാലത്തെ വിശ്വാസവും അവരുടെ കാലത്തെ പ്രാർത്ഥനയും ഒക്കെ നമ്മളെ വളരെ ശക്തിപ്പെടുത്തുന്നതാണ്. ഇന്നത്തെ തലമുറയ്ക്ക് മരണം സംഭവിക്കുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് പരാജയങ്ങൾ സംഭവിക്കുന്നു. ഇന്നത്തെ ആത്മീയ തലമുറയ്ക്ക് യുദ്ധങ്ങൾ നേരിടുന്ന അവർക്ക് ജയിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? പ്രാർത്ഥന കുറഞ്ഞുപോയി. ഹല്ലേലൂയ.
പ്രാർത്ഥന കുറഞ്ഞപ്പോൾ പിശാച് നിന്റെ മേലും നിന്റെ കുടുംബത്തിന് മേലും കർത്തൃത്വം നടത്താൻ തുടങ്ങി. അല്ലേരിയ. എന്നാൽ പോൾ ജോഗിച്ചയെ പോലുള്ളവരുടെ കാലഘട്ടങ്ങളിൽ അല്ലേരിയ അവർ ദൈവത്തിന് ശക്തമായി പ്രാർത്ഥിക്കുന്നവരായിരുന്നു. മറ്റെല്ലാ കാര്യങ്ങളും മറന്ന് മറ്റെല്ലാ ആവശ്യങ്ങളും മാറ്റിവെച്ചിട്ട് അവരുടെ സമയത്തെ ദൈവത്തിന് ചെലവഴിച്ചു. അവർ മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കുന്നൊരു അനുഭവം ഉണ്ടായിരുന്നു. രക്തം ചെയ്യും. അതുകൊണ്ടാണ് 4 മണിക്കൂർ യുദ്ധക്കളത്തിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന സമാനമായി മുഴങ്കാൽമേൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ മരിച്ചുപോയ മകനെ പോലും തിരിച്ചു ലഭ്യമാകത്തക്ക നിലയിൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, മരണസമാനമായ വിഷയത്തിലൂടെയാണ് നീ നിന്റെ കുടുംബവും കടന്നു പോകുന്നെങ്കിൽ ഹല്ലേലൂയ അതിനെ ജയിപ്പാൻ നിനക്ക് കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസത്തിലേക്ക് വന്ന കാലഘട്ടത്തിൽ വളരെ പ്രാർത്ഥനയുണ്ടായിരുന്നു നിനക്ക്. നീ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാപിതാവായി സ്വീകരിച്ച് ദൈവസഭയ്ക്കകത്ത് വന്നപ്പോൾ നിനക്ക് ശക്തമായ പ്രാർത്ഥനയുണ്ടായിരുന്നു. നീ കർത്താവിന് വേണ്ടി ശക്തിയോടെ നിന്നു. രാപകലില്ലാതെ നിനക്ക് ലഭിക്കുന്ന സമയങ്ങളൊക്കെ നീ പ്രാർത്ഥിക്കുമായിരുന്നു, ഉപവസിക്കുമായിരുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ നിൽക്കുന്ന ഒരു അനുഭവം നിനക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. അന്ന് നിന്നെ നിന്റെ കുടുംബത്തിന് സാത്താനെ തൊടാൻ പറ്റത്തില്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ നിങ്ങൾ രാത്രിയുടെ സമയത്ത് രാത്രിയുടെ യാമാരംഭത്തെങ്കിൽ എഴുന്നേറ്റ് നിലവിളിക്കുന്ന ഒരു പതിവ് നിങ്ങൾക്കുണ്ടായിരുന്നു. പുലർക്കാലം എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ കാലങ്ങൾ മാറി വന്നു കഴിഞ്ഞപ്പോൾ, നിനക്ക് നന്മ വർദ്ധിച്ചപ്പോൾ, നിന്റെ സമ്പത്ത് വർദ്ധിച്ചപ്പോൾ, ഹല്ലേലൂയ, നിനക്ക് പേരും പ്രശസ്തിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടു പോയത് പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ഇപ്പൊ നിന്റെ ജീവിതത്തിൽ വ്യക്തിപരമായ പ്രാർത്ഥനയില്ല. സഭയിൽ പോയുള്ള പ്രാർത്ഥനയില്ല, കുടുംബമായ പ്രാർത്ഥനയില്ല. രാത്രി യാമാരംഭത്തിൽ നീ എഴുന്നേറ്റ് നിലവിളിക്കുന്നില്ല, പുലർകാലം എഴുന്നേറ്റ് നീ പ്രാർത്ഥിക്കുന്നില്ല. അങ്ങനെ നിനക്ക് നന്മകൾ വന്നപ്പോൾ നിന്റെ പ്രാർത്ഥന കുറഞ്ഞുപോയി. പ്രത്യേകിച്ച് ഈ മൊബൈലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന പൊതുവേ മുഴുവൻ കുറഞ്ഞുപോയി. അപ്പോൾ പിശാച് നിന്റെ ബലഹീനത മനസ്സിലാക്കിയിട്ട് നിന്റെ കുടുംബത്തിനെതിരെ പോരാടാൻ തുടങ്ങി. ആ പോരാട്ടമാണ് നീ ഇന്ന് അനുഭവിക്കുന്ന പരാജയം. പ്രൈസലോ. നിന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരണം. കർത്താവ് യേശുക്രിസ്തുവിനെ അറിഞ്ഞ നാളിൽ നീ രക്ഷിക്കപ്പെട്ട ആ സമയത്ത് നിന്നിലുണ്ടായ മാനസാന്തരത്തിൽ ഹല്ലേലൂയ ആ മാനസാന്തരം നിന്നെ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുത്തിയതുപോലെ നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. ലോകത്തിലേക്ക് നീ ഇറങ്ങിപ്പോകാതെ നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈലിനകത്തെ അശ്ലീലമായ ചിത്രങ്ങൾ കണ്ട് നീ നിന്റെ ജഡത്തെ സന്തോഷിപ്പിക്കാതെ ലോകപ്രകാരം ലോകമനുഷ്യനെ പോലെ നീ ജീവിക്കാതെ മടങ്ങി ഹല്ലേലൂയ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കതായി വിശ്വാസം എന്ന വരതി എടുത്തുകൊണ്ട് ഈ യുദ്ധകളത്തിൽ നീ നിൽക്കണം. പ്രൈസലോ. ഹല്ലേലൂയ. നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ എത്രയോ പേരുടെ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ എത്രയോ പേർക്ക് ഇന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് തിരക്ക്. നിങ്ങളുടെ തിരക്കും നിങ്ങളുടെ ബിസിയും നിങ്ങളുടെ സമയക്കുറവും ഹല്ലേലൂയ അത് നിങ്ങളുടെ പരാജയമായി മാറി. പ്രൈസലോ. എന്നെ കേൾക്കുന്നവരെ സ്നേഹിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തനിക്ക് ലഭിച്ച സമയം മുഴുവൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അവർക്ക് ലഭിച്ച സമയം മുഴുവൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിച്ചു. ആദിമസഭയെക്കുറിച്ച് പഠിക്കുമ്പോഴും പ്രാർത്ഥിക്കുന്ന അനവധി വിശുദ്ധന്മാരുണ്ടായിരുന്നു. അതുകൊണ്ട് അവരും അവരുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെട്ടു. ഈശോ, നിന്റെ കുടുംബത്തിന് പരാജയം പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയതാണ്. ഹല്ലേലൂയ. ക്രിസ്തു നിന്റെ കുടുംബത്തിന്റെ നായകൻ, ക്രിസ്തു നിന്റെ കുടുംബത്തിന്റെ നാഥൻ എന്നൊരു ബോർഡ് വെച്ചാ പോരാ. ഹല്ലേലൂയ. ആ ബോർഡിനനുസരിച്ച് നിന്റെ കുടുംബത്തിനകത്ത് പ്രവൃത്തി ഉണ്ടായിരിക്കണം. പല കുടുംബത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്നൊക്കെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. പക്ഷെ ആ വീട്ടിൽ ഒരു പ്രാർത്ഥനയും ഇല്ല, ഒരാരാധനയും ഇല്ല. അപ്പനും മക്കളും മരുമക്കളും കൊച്ചുമക്കളും അമ്മയും എല്ലാം മാറി ഇന്ന് മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കേണ്ട സമയം പിശാച് പറഞ്ഞു, നിന്റെ കണ്ണുകൾക്ക് ഇമ്പമായത് ഞാൻ തരാം, നിന്റെ കണ്ണുകൾക്ക് ഇമ്പമായത് ഞാൻ കാണിച്ചു തരാം. നിന്റെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന, നിനക്ക് പ്രോത്സാഹനം നൽകുന്ന, നിനക്ക് ഉത്തേജനം നൽകുന്ന അനവധി മ്ലേച്ഛകരമായ അശ്ലീലമായ കാഴ്ചകൾ നിന്റെ കണ്ണിന് മുമ്പിൽ തന്നിട്ട് ഹല്ലേലൂയ നിന്നെ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അത് നിന്റെ കുടുംബത്തിന്റെ പരാജയമായി മാറി. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത,
നീ പ്രാർത്ഥനയിൽ തളർന്നു പോകാതെ, നിരാശരായി മാറാതെ, സാത്താന് നിന്നെ വിട്ടുകൊടുക്കാതെ, കുടുംബത്തെ വിട്ടുകൊടുക്കാതെ നീ പോരാടി പ്രാർത്ഥിക്കുമ്പോൾ ജയവീരനായിരിക്കും ക്രിസ്തു നിന്നോടുകൂടെ ആമേൻ പ്രവർത്തിക്കും. അതുകൊണ്ട് പോൾ യോഗിച്ചോ തന്റെ മകനെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ആമേൻ 4 മണിക്കൂർ നീണ്ടുനിന്ന യുദ്ധസമാനമായ പ്രാർത്ഥന പ്രാർത്ഥിച്ചതുപോലെ നീയും പ്രാർത്ഥിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. മരണം നിന്റെ കുടുംബത്തിൽ നീങ്ങിപ്പോ കേട്ടോ. ജയം ലേരിയ. ഇവിടെ നാം ദൈവത്തിന് യുദ്ധം കർത്താവിനുള്ളത്, എന്നാൽ നാം പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയാ. യുദ്ധം കർത്താവിനുള്ളതാ, നാം പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയാ. അപ്പോൾ സൈന്യങ്ങളുടെ യഹോവ യുദ്ധത്തിൽ ജയക്കൊടിയായി നിനക്ക് വേണ്ടി എഴുന്നേൽക്കും, നമുക്ക് വേണ്ടി എഴുന്നേറ്റ് യുദ്ധം ചെയ്യും. തീർച്ചയായും ജയത്തിന് ജയം നൽകും. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഹല്ലേലൂയ, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യഹൂദാ ജനത്തിന്റെ യഥാസ്ഥാപനത്തെ കുറിച്ച് പ്രവാചകൻ നമുക്ക് വെളിപ്പെടുത്തി തരിക. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ യിരെമ്യാവ് തടവിൽ കിടക്കുമ്പോൾ യഹൂദാ ജനത്തിന്റെ യഥാസ്ഥാപനവും ദേശത്തിന്റെ പുനരുദ്ധാരണവും ഉണ്ടാകുമെന്നുള്ള ദൈവത്തിന്റെ അരുളപ്പാട് 2-ാം പ്രാവശ്യവും പ്രവാചകനുണ്ടായി. ഹല്ലേലൂയ. എന്നാൽ ദേശത്തിലെ ജനത്തിന് അങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ലാത്തതിനാൽ സ്വയം സംരക്ഷണത്തിനായി അവർ പട്ടണമതിലുകൾ ബലപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. അതിനുവേണ്ടി സ്വന്തം വീടുകൾ പൊളിച്ച് ഇഷ്ടിക നൽകുവാൻ അവർ നിർബന്ധിതരായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ യഹൂദാ ജനത്തിന്റെ യഥാസ്ഥാപനത്തിന് വേണ്ടി പ്രവാചകന്റെ നിലവിളിയും പ്രാർത്ഥനയോടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അത് പ്രവാചകൻ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്നതാണ്. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. ഹല്ലേലൂയ. സ്തോത്രം. സ്വന്തം ബുദ്ധിക്കും സ്വന്തം കഴിവിലേക്കും പോകാതെ, സ്വന്തം പണത്തിലേക്കും നിങ്ങൾ സ്വന്തം നിങ്ങളുടെ അതിലേക്കും പോകാതെ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കണം. കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ അവൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. എന്താണ് വായിച്ച വചനം? എഫെസ്യ ലേഖനം 6-ന്റെ 16-ാമത്തെ വാക്യമാണ്. ഹല്ലേലൂയ. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കമായി വിശ്വാസം എന്ന പരിചയെടുത്തും കൊണ്ട് നിൽപ്പിൻ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ പണിതെടുപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ശത്രു നിന്റെ കുടുംബത്തെ തകർക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ വിവിധ പ്രതിസന്ധികൾ കൊണ്ടുത്തരും. അതിൽ നീ വീണുപോകാതെ ഇന്ന് പകൽ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നീ മുട്ടിമേൽ നിൽക്കാൻ തയ്യാറാകുന്നെങ്കിൽ നിന്റെ തകർച്ചയെ മാറ്റി നിന്റെ കുടുംബത്തെ ദൈവം ഉയർത്തും. നീ അനുഭവിക്കുന്ന സകല ക്ലേശങ്ങളും ദൈവം നിന്നെ വിടുവിക്കും. ഇന്ന് പകൽ നിന്റെ ഹൃദയം യേശുവിന്റെ കൊടുത്ത് ആ ദൈവത്തിന് നിനക്ക് നിൽക്കുവാൻ കഴിയുമോ? പ്രാർത്ഥന പോരാടാൻ കഴിയുമോ? നിന്റെ കുടുംബത്തിനകത്ത് ദൈവം നീതി വെളിപ്പെടും. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചെറിയവരെയും വലിയവരെയും ഞങ്ങൾ ദൈവങ്ങളിൽ ഏൽപ്പിക്കും. കൊണ്ടിട്ട് കൊട്ടാരത്തെ വരെ പാടത്തുന്നവർ, ജാതി മതവർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സകല ജനത്തെ ഞങ്ങളുടെ കേരളത്തിലെ 3.25 കോടി തലമുറകൾ എണ്ണത്തിപ്പെടാം ധന്യവസാന തൊഴിലാളികൾ ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങൾക്കകത്തായി കർത്താവ് 140 കോടിയിലധികം വരെ ജനങ്ങൾ, 6 ലക്ഷം ഗ്രാമങ്ങളെ, ലോകരാജ്യങ്ങൾ, 7 ഭൂഖണ്ഡങ്ങളെ, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങളായി 800 കോടിയിലധികം ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിയുടെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി മേഖല, ട്രൈബൽ മേഖല, ഗോത്ര വിഭാഗങ്ങളെ ഭരിക്കുന്നവരെയും ജനത്തെയും, കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കും, യാത്ര വാഹന നിർമ്മിത സെൽസ് ചെയ്യുന്നവർ, കടലോര വാസികളെ, തീരദേശവാസികളെ, മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്നവരെ, ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. കരികളിൽ, കമ്പനികൾ, ഫാക്ടറി ജോലി ചെയ്യുന്ന വ്യാപാരി, വ്യവസായികൾ, വഴിയോര കച്ചവടക്കാരെ, കൺസ്ട്രക്ഷൻ മേഖല, മെക്കാനിക്കൽ, മോട്ടോർ രംഗത്ത്, തൊഴിൽരംഗത്ത്, സകല തൊഴിൽ മേഖലയിലുമായിരിക്കുന്ന, കാർഷിക മേഖലയിലായിരിക്കുന്നവർ, ക്ഷീരമേഖലയിലായിരിക്കുന്നവരെ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ട്രേഡ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായി, ടാക്സി, ഓട്ടോ, ഡ്രൈവേഴ്സ്, വലുതും ചെറുതുമായ എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നവരെയും അവരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രയുടെ സഹകരണ പൊതുമേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, പൊതുമേഖലയില് കർത്താവ് സ്തോത്രം എല്ലാവരും ദൈവം
അനുഗ്രഹിക്കണമേ. എല്ലാവരെയും സ്തോത്രങ്ങളുടെ കർത്താവ് മത സാമൂഹിക സാംസ്കാരിക സംഘടന ചരിത്രമാദ്യ മീഡിയ നിൽക്കുന്നു, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരെ, ചരിത്രമായ മീഡിയ രംഗം നിൽക്കുന്നവരെ, മത നേതാക്കന്മാർക്ക് മനസ്സാന്തം കൊടുക്കണവേ. ഞങ്ങളുടെ ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വാർത്തയ്ക്കും ഞാനും വൃത്തിര അസന്ന യാചകർ, ഓർഫനേജിൽ ഓൾട്ടേജും തടവറയിലായിരിക്കുന്നവർക്കായി എല്ലാവർക്കും മനസ്സാന്തം, മദ്യത്തിനും മയക്കും മത്സരകരും കേൾക്കുന്നവർ ദൈവരെ വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ലേലുയ മദ്യരൂപികളെ മയക്കുവിൻ്റെ സന്ദർശിക്കണമേ. തലമുറകളെ നശിപ്പിക്കുന്ന സാത്താന്യ ശക്തികളെ ദൈവം സന്ദർശിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന. ലേലുയ ദേശരാജ്യത്ത് ജോലി കിടന്നവർ പഠിക്കുന്നവർ, വിവിധ സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നവർ, അവർ പലരും മദ്യത്തിനും മയക്കുവിനും പല ശേഖരിപ്പത അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാപത്തിടിമകളായി മാറുന്നു. സാത്താനുമായുള്ള വലിയ യുദ്ധത്തിൽ തന്നെ ജനം തകർന്നു പോകാതെ മടങ്ങി വന്ന് മാനസാന്തം യേശുക്രിസ്തുവിൽ പുതുജീവൻ പഞ്ചായത്ത് ഒരുക്കണമേ. ദേശരാജ്യം കിടന്ന് കഷ്ടം സഹിക്കുന്നു, മണനാടിൽ വേദന, ജോലി നഷ്ടപ്പെട്ട, വിസ നഷ്ടപ്പെട്ട, വിസ പുതുക്കിട്ട ഭാരപ്പെടുന്നവർ, അല്ലെങ്കിൽ സാലറി കിട്ടാതെ ഭാരപ്പെടുന്നവർ, ദേശരാജ്യം ജോലിക്ക് കിടന്ന് പീഡയനുഭവിക്കേണ്ട സഹോദരങ്ങൾ, സൗര്യമാർ എല്ലാം ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിൽ മയക്കും അടിപ്പെട്ട് അവിടെ ജീവിക്കുന്നവർ, വിവിധ കേസുകളിൽ പിടിക്കപ്പെട്ടവർ, കർത്താവെ അങ്ങനെയുള്ളവരൊക്കെ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. വിശേഷത്തിന് വലിയൊരു വിടുതൽ കൊടുക്കണമേ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, ദൈവദാസന്മാർ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, ആത്മീയ പോരാട്ടങ്ങൾ, അതിൽ വിശ്വാസം പരിചയപ്പെടുത്തുന്ന ദൈവമക്കൾ ഒരുക്കണമേ. വിശേഷ മുഖാന്തരം പലരും കഷ്ടം സഹിക്കുന്നു, വേദന അനുഭവിക്കുന്നു, നോമ്പരപ്പെടുന്നു, ജയിലിൽ കിടക്കുന്നവരുണ്ട്. തളർന്നു പോകാതെ ആത്മീയുദ്ധത്തിൽ പിശാചിനോട് പോരാടി ജയിപ്പാൻ ദൈവമേ കൃപ കൊടുക്കണ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നല്ലേ. ഇതുപോലെ യാത്ര ചെയ്യുന്നതിൽ ഓർത്ത് പ്രാർത്ഥിക്കണം. കേരളത്തിന്റെ സമാധാനമായി, രാജ്യത്തിന്റെ രാഷ്ട്രങ്ങളുടെ സമാധാനത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കും. കുടുംബങ്ങളുടെ സമാധാനത്തിനായി ചിന്ന ഭിന്നമായി കിടക്കുന്ന കുടുംബങ്ങൾ, തലമുറകൾ നഷ്ടപ്പെട്ട് കിടക്കുന്നെല്ലാം മടങ്ങി വരട്ടെ. നിരവധി കുടുംബം ചിന്ന ഭിന്നമായി കർത്താവ് കുടുംബ കോടതികൾക്കകത്ത് വിവാഹമോചന കേസുകളിൽ അതിൽ നിന്ന് വിടിവിക്കപ്പെട്ട് ജനം യഥാസ്ഥാനപ്പെടുവാൻ ഞങ്ങൾ ദൈവരങ്ങളെ ഏൽപ്പിക്കുന്നു. സ്ഥലത്തിലേക്ക് നീതി വെളുക്കുന്ന തലമുറയ്ക്കെതിരെ വ്യാപരിക്കുന്ന വൈശാചി വേദനകൾ അതൊക്കെ ജനം വിടിവിക്കപ്പെട്ട് മടങ്ങി വരട്ടെ. ഭവനമില്ലാത്ത ഭവനം കൊടുക്കണമേ, തലമുറയില്ലാത്ത തലമുറ കൊടുക്കണമേ. പ്രാപ്തി സൂര്യസരമാകും തക്കതായ തുണയൊരുക്കുവാൻ മഹാവ്യാധികൾ, രോഗത്താൽ, പാപത്താൽ, ശാപത്താൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു, ആഭിചാരം, മന്ത്രവാദ, കൂടത, ശത്രിയാൽ ആമയിൽ ബന്ധിക്കപ്പെട്ട കുടുംബങ്ങളെല്ലാം വിടിവിക്കപ്പെടുവാൻ, ബിസിനസ്സിൽ തകർന്നവർ, കൃഷിയിൽ തകർന്നവർ, കടക്കിണിയിൽ ഭാരപ്പെടുന്നവർ, ജപ്തി നടപടി നേരിടുന്നവർ, ആമയിൽ ലോണുകൾ തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവർക്ക് ഇന്ന് പകൽ ദൈവം വിടുതൽ കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം കൊടുക്കണം യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.